ജോണി, നീ റെഡിയല്ലേ? പിടിക്കപ്പെട്ട നമ്മൾ രണ്ടുപേരും അകത്ത് പോകും. കുഴപ്പമില്ല വെച്ചാനെ, ഇവിടെ ഇങ്ങനെ ജീവിക്കാൻ നല്ലത് ജയിലിൽ പോയി കിടക്കണേ. എന്താണെന്ന് വെച്ചാൽ നീ ആലോചിച്ച് കൈകാര്യം ചെയ്യും. എന്താണ് എന്റെ ഉദ്ദേശം? ചേട്ടാ ഞാൻ അങ്ങോട്ട് പറയണേ ചേട്ടാ, പണിയൊന്നുമില്ല ചേട്ടാ. പണിയില്ലെന്ന് എനിക്കെന്റെ പൈസ ഉടനെ ഇടണം. പൈസ മേടിച്ചിട്ടേ 6 മാസമായി. എനിക്കേ പൈസ മേടിച്ച ആൾക്കാർക്ക് പൈസ കൊടുക്കാതെ നീ എന്താ കളിക്കണം? കാലത്ത് നോച്ചെടുക്കല്ലേ. 6 മാസം മുമ്പേ ഇവനെ അടുത്ത് 10,000 രൂപ മേടിച്ച് മുതലും ഇല്ല പലിശയുമില്ല. തരുവൻ പൈസ പെരുന്നാളല്ലേ പറഞ്ഞത്. അതൊന്നും എനിക്കറിയണ്ട. എനിക്ക് എന്റെ കാശ് കിട്ടണം. നീ വല്ല പണിക്കുമ്പോടാ അവന്റെ പൈസ അങ്ങോട്ട് കൊടുക്കടാ, വെറുതെ ഇടങ്ങാറാകോട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അടുത്ത ആഴ്ച ഞാൻ വരും. മുതലും പലിശയും കിട്ടിയില്ലെങ്കിൽ നീ വിവരം പറയും. ഓടാ. എന്ത് സാധനം ഇത്? എന്താണ് ഇത്? എന്ത് പണ്ടാണ്? ഓ, അവിടെ കുറെ കുർത്തക്കട്ട പിള്ളേരുണ്ടല്ലോ, അതുകടെ പണിയായിരിക്കും ഇത്, പണ്ടാരം പിടിക്കാനായിട്ട്. ഞാൻ ഇന്നലത്തെ ടിക്കറ്റ് ആണോ നോക്കിയേ, ഒരടിച്ചെണ്ണ നോക്കി.
എടാ ജോണിക്കുട്ടി, എന്താണ് ഈ കാണിക്കണ? നീ എന്ത് പണിയായി ചെയ്യണത്? അത് ജോസ്റ്റർ ഇത് കണ്ട നമ്മുടെ കടപ്പൊക്കെ ആകെ ഈ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഇട്ട് ആകെ അലമ്പാട്ടിക്കണേ. അപ്പൊ ഞാൻ വൃത്തിയാക്കാൻ വേണ്ടിട്ട് അങ്ങനെ നല്ല കാര്യം മോനെ. ഇവൻ എന്തായി കാണിച്ചു കൊടുക്കുന്നത്? അവൻ നല്ല കാര്യമല്ലോ ചെയ്യണേ. അവൻ നല്ല കൊച്ചാണ്. ആർക്കും സംശയമൊന്നുമില്ലല്ലേ? അവൻ ജോണിക്കുട്ടികൾ ഇനിയും ഉണ്ടാവണം അല്ലേടോ? ഡേടാ നിനക്ക് പറ്റിയ പണിയാടാ ആക്രിപ്പണി. അവൻ ചെയ്തിട്ടൊന്നേ നല്ല കാര്യമല്ലേ, നമുക്കെന്താ. പാവം. അവനങ്ങനെ ഒരു നല്ല മനസ്സുണ്ടായില്ല. എന്താ ആടിയത്? ക്രിസ്മസ് കഴിയുമ്പോൾ ഈ പണ്ടാരം കഴിയുവോ? ചേട്ടൻ പണി നോക്കി കുറെ നേരമായില്ല. എടി നേരം വെളുത്തപ്പോ തുടങ്ങിയതാണല്ലോ ഇത്. കൊറേ നേരം വണ്ടി ഓടക്കാൻ തുടങ്ങിയിട്ട് തീരണില്ലേ? 12 മണിയായില്ല. ഇന്ന് മതിയാക്കണ്ടേ? നടക്കണോ നമ്മുടെ ആ വീട് പണിക്കുള്ള ഫണ്ട് അല്ല, ആ റോഡ് പണിക്കുള്ള ഫണ്ട് വന്നത് എന്തായത്? ഇതന്നെയല്ലേ നമ്മുടെ മറ്റേ പയ്യന്റെ വീട്? എത്ര നേരമായിട്ടാ എന്നോട് ഇത് പറയണത്? നിനക്കൊന്ന് മതിയാക്കാൻ പാടില്ലേ? വല്ലതും പോയി മേടിച്ചുകൊണ്ട കടയിൽ പോ. നിന്നെ കൂടി ഇവിടെ കിടന്ന് പാട് കിടന്നേ. ആരാ വന്നത്? ആരാണ് നോക്കിയടാ? ആരാണ്ടും വന്നണ്ടല്ലോ. ആരാടെ വിളിക്കണേന്ന് നോക്കിയടാ? മോനെ പിന്നെ കണ്ടിട്ടില്ലല്ലോ മോനെ. വോട്ട് കഴിഞ്ഞിട്ടേ ഇവിടേക്കൊന്നും കാണാനില്ലല്ലോ. കടലേസിലൊക്കെ ഇരിപ്പുണ്ട് മകൻ. ഇവിടെ റോട്ടിലൊക്കെ. അതെ, നമ്മുടെ നാടിന്റെ വടക്കേറ്റം പോലെ തെക്കേറ്റം വരെ എല്ലാ വീടുകളും നമ്മൾ കയറിക്കൊണ്ടിരിക്കണേണ്. എല്ലാവരെയും നമ്മ കാണും. ഞങ്ങളെ ആ ജോണിക്കുട്ടി കാണാൻ വേണ്ടി ആണല്ലേ? ജോണിക്കുട്ടി വാട മോനെ ഇങ്ങോട്ട് വാട. നീ നല്ല നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യാൻ തുടങ്ങിയല്ല. ഞാനാ നല്ല പ്രവൃത്തികളാ. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ കടപ്പുറത്ത് മാലിന്യമായി കിടക്കുന്ന അത് ക്ലീൻ ചെയ്യുക എന്നത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. പക്ഷേ അത് വളരെ മനോഹരമായി തന്നെ നമ്മുടെ ജോണിക്കുട്ടി നിർവഹിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെയും മത്സ്യത്തൊഴിലാളികളുടെയും നേതൃത്വത്തിൽ സ്നേഹ സമ്മാനം നൽകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടോ 10,000 രൂപ സ്നേഹ സമ്മാനമായി ഞങ്ങൾ നൽകും.